ഇറാൻ്റെ മിസൈലുകൾ അനുദിനം കുറഞ്ഞു വരുന്നുണ്ടെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ നഗരങ്ങളിൽ ഇറാൻ്റെ കനത്ത ആക്രമണം ഉണ്ടായി എന്നറിയുന്നത്. ആശുപത്രികളിലും മറ്റും മിസൈലുകൾ പതിച്ചു എന്നാണ് അറിയുന്നത്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും. അതായത് ഇസ്രായേൽ നഗരങ്ങളിൽ വീണ്ടും ഇറാൻ്റെ കനത്ത ആക്രമണം ഉണ്ടായിരിക്കുന്നു. ആശുപത്രികളിലുമൊക്കെ മിസൈൽ പതിച്ചെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ അവകാശപ്പെടുന്നത്. ആക്രമണങ്ങളിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു, 20 പേർക്ക് നിസ്സാര പരിക്ക് ഏറ്റിട്ടുണ്ട്. ഇറാനിലെ ആണവ റിയാക്ടർ നേരെ ഇസ്രായേലിൻ്റെ ആക്രമണം, ആണവ ചോർച്ച ഉണ്ടായിട്ടില്ലെന്നാണ് പക്ഷേ റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഇസ്രായേൽ ലക്ഷ്യമിട്ട് വീണ്ടും ഇറാൻ്റെ മിസൈൽ ആക്രമണം വന്നിരിക്കുന്നു. കനത്ത നാശം ആക്രമണങ്ങളിൽ ഉണ്ടായെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തെൽ അവീവ്, രാമത് ഖാൻ, ഹൂളൻ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കനത്ത നാശമുണ്ടായത്. ബീർ ബഷയിൽ സൂറോക്ക ആശുപത്രിയിൽ ഇറാൻ മിസൈൽ പതിച്ചുവെന്ന് ഇസ്രായേൽ മാധ്യമമായ ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു. ആശുപത്രിയിൽ നിന്നും ഉടൻ രോഗികളെ മാറ്റുമെന്നും ഇസ്രായേൽ അറിയിച്ചു. ആക്രമണങ്ങളിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്, 20 പേർക്ക് നിസ്സാര പരിക്കേറ്റുവെന്നും ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട്. ഇവിടെ 4 കെട്ടിടങ്ങളാണ് ഇപ്പോൾ തകർന്നത്. ഇറാനിലെ അരാക്കിൽ ഇസ്രായേൽ ആക്രമണം നടത്തി. ഇവിടുത്തെ ആണവ റിയാക്ടറിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. പ്രദേശത്ത് ആണവ ചോർച്ച ഉണ്ടായിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ. അതോടൊപ്പം തന്നെ ഇസ്രായേലിനെതിരെ 12ാമത് റൗണ്ട് ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി ഇറാൻ ദീർഘദൂര മിസൈലായ സിജിയിൽ പ്രയോഗിച്ചിരുന്നു. ഏതായാലും ടെഹ്റാനിൽ ബുധനാഴ്ച പുലർച്ചെ ശക്തമായ സ്ഫോടനമാണ് ടെഹ്റാനിലുണ്ടായത്. ഇസ്രായേൽ ആക്രമണത്തിൽ 224 പേർ കൊല്ലപ്പെട്ടതായും 1277 പേർക്ക് പരിക്കേറ്റതായും ഇറാൻ സ്ഥിരീകരിച്ചു. അതിനുള്ള ഒരു മറുപടിയായിട്ടാണോ ഇന്ന് ഉണ്ടായ ഈ ആക്രമണം? അതുമാത്രമല്ല, ഇതിനകത്ത് ഇപ്പോൾ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ എണ്ണ തടയാനുള്ള, അതായത് ലോക രാജ്യങ്ങളിലൊക്കെ ഇന്ധനം പോകുന്നത് അവിടെ നിന്നാണല്ലോ. അപ്പോൾ അവിടുത്തെ ഇടനാഴി വഴിയാണ്. അപ്പോൾ അതൊക്കെ അടച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും എണ്ണ ക്ഷാമം രൂക്ഷമാകും. ഈ പറഞ്ഞതുപോലെ ഇസ്രായേലിലെ 24 പേർ കൊല്ലപ്പെട്ടു. അതായത് ഇറാൻ ഇതുവരെ 400 മിസൈലുകളും 100 കണക്കിന് ഡ്രോണുകളുമാണ് തൊടുത്തത്. ഇസ്രായേലിൽ 24 പേർ കൊല്ലപ്പെടുകയും 100ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇസ്രായേലിൻ്റെ സൈനിക കമാൻഡിനും ഇൻ്റലിജൻസ് ഹെഡ്ക്വാർട്ടേഴ്സിനും മിലിറ്ററി ഇൻ്റലിജൻസ് ക്യാമ്പിനും നേരെ ഇറാൻ ആക്രമണം നടത്തിയതായി ഇറാനിയൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ ബെർഷേവിലെ സൊഖോറോ ആശുപത്രിക്ക് നേരെയും ഇറാൻ ആക്രമണം നടത്തിയെന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഇന്നലെ അമേരിക്ക കൊടുത്ത ശാസനയ്ക്ക് പുല്ലുവില ആണ് ഇറാൻ കൊടുക്കുന്നത് എന്ന് തന്നെയല്ലേ ഇന്നത്തെ ഈ പ്രവൃത്തികൾ? അതെ, അമേരിക്ക പറഞ്ഞത്. അത് ഈ കാര്യത്തിൽ അമേരിക്കയ്ക്കും അങ്ങനെ ഒരു പ്രതീക്ഷ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഇവരിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ടതാണ് ട്രംപും പറയുന്നത്. ഏതായാലും ഇസ്രായേലിൽ തന്നെ ഏറ്റവും വലിയ ആശുപത്രിയായ സൊറോക്ക, അവിടെയാണ് ഇത്തരത്തിൽ ഇത് നടന്നത്. ഗാസ ആക്രമണത്തിനിടെ പരിക്കേറ്റ ഇസ്രായേലി സൈനികരെ അടക്കം ഇവിടെയാണ് ചികിത്സിക്കുന്നത്. ഇറാൻ നടത്തിയത് യുദ്ധക്കുറ്റമാണെന്നും ഇസ്രായേൽ ആരോപിച്ചിട്ടുണ്ട്. എന്നാൽ ഗവ്യാം ടെക്നോളജി പാർക്കിലെ സൈനിക ഇൻ്റലിജൻസ് കേന്ദ്രങ്ങളാണ് ആക്രമിച്ചതെന്നാണ് ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത്. ബെർഷെവിലെ സൊറാക്ക ആശുപത്രിക്ക് സമീപമാണ് ഈ കേന്ദ്രമെന്നും ഇർന റിപ്പോർട്ട് ചെയ്യുന്നു. ആക്രമണങ്ങളിൽ ആശുപത്രിക്ക് നേരിയ കേടുപാടുകൾ സംഭവിച്ചുവെന്നും ഇർന സ്ഥിരീകരിക്കുന്നുണ്ട്. ഗവ്യാം ടെക്നോളജി പാർക്കിൽ സ്ഥിതി ചെയ്യുന്ന ഇസ്രായേലിൻ്റെ സൈനിക കമാൻഡിനും ഇൻ്റലിജൻസ് ഹെഡ്ക്വാർട്ടേഴ്സിനും മിലിറ്ററി ഇൻ്റലിജൻസ് ക്യാമ്പിനും ഇറാൻ ആക്രമണത്തിൽ നാശനഷ്ടമുണ്ടായതായാണ് റിപ്പോർട്ട്. ടെൽ അവീവിലെ ഹെലോൺ പ്രദേശത്തും ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുണ്ട്. ആക്രമണത്തിൽ ഒരാൾക്ക് ഗുരുതര പരിക്കേൽക്കുകയും 24ഓളം പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റതായും ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇറാനിലെ അരക്ക് ആണവ കേന്ദ്രത്തിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. നേരത്തെ ആണവ കേന്ദ്രത്തിന് സമീപം താമസിക്കുന്നവർ മാറണമെന്ന് ഇസ്രായേൽ സൈന്യവും ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായിരിക്കെ വിഷയത്തിൽ ഇനിയൊരു സൈനിക ഇടപെടൽ കൂടി ആവശ്യമില്ലെന്ന് ഐക്യരാഷ്ട്രസമിതി സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പ്രതികരിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ അത്തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായാൽ അവ ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും എത്രയും വേഗം മേഖലയിൽ സമാധാനം തിരികെ കൊണ്ടുവരണമെന്നും ഗുട്ടറസ് ആവശ്യപ്പെട്ടു. തർക്കത്തെ ഇനിയും അന്താരാഷ്ട്രവൽക്കരിക്കരുതെന്നും സംഘർഷത്തിൽ ആശങ്കയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അത് ആർക്ക് എതിരെയുള്ള ഒരു പ്രസ്താവനയായിരിക്കാം? ഇപ്പോൾ ഗുട്ടറസ് പറഞ്ഞത് അമേരിക്കക്കെതിരെയുള്ള ഒരു പ്രസ്താവനയാണോ അതോ ആർക്കെതിരെയുള്ള ഒരു പ്രസ്താവനയായിരിക്കാം? UK-ക്കും അമേരിക്കയ്ക്കും എതിരെയുള്ള ഒരു പ്രസ്താവനയായിട്ട് അതിനെ വായിക്കാൻ പറ്റുമോ? അതാണ്. ഇതിപ്പോൾ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ മേഖലയിൽ സമാധാനം തിരികെ കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് ഇവർക്ക് ഉള്ളൊരു താക്കീതായിട്ട് തന്നെ അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയും. അതുമാത്രമല്ല, ഈ തർക്കത്തെ ഇനിയും അന്താരാഷ്ട്രവൽക്കരിക്കരുതെന്നും സംഘർഷത്തിൽ ആശങ്കയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ അമേരിക്ക നേരിട്ട് ഇടപെട്ടേക്കുമെന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കെയാണ് ഗുട്ടറസിൻ്റെ ഈ നിർദ്ദേശം വന്നിരിക്കുന്നത്. അതുമാത്രമല്ല, ഏത് സമയവും ഇറാനെ ആക്രമിച്ചേക്കുമെന്ന സൂചന ട്രംപ് നേരത്തെ തന്നെ നൽകിയിരുന്നു. എനിക്കത് പറയാൻ പറ്റില്ല, ഞാനത് ചെയ്യുമെന്ന് പോലും നിങ്ങൾക്കറിയില്ല, ഞാൻ ചിലപ്പോൾ ചെയ്തേക്കാം, ചെയ്യാതിരിക്കാം, ഞാനെന്ത് ചെയ്യുമെന്ന് ആർക്കും അറിയില്ല എന്നായിരുന്നു ട്രംപിൻ്റെ പ്രതികരണം. ഏതായാലും ഇറാന് വളരെയധികം പ്രശ്നങ്ങളുണ്ടെന്നും അവർ ചർച്ച നടത്താൻ ആഗ്രഹിക്കുന്നുവെന്നാണ് ട്രംപ് പറഞ്ഞത്. നിങ്ങൾ എന്തുകൊണ്ട്
ഈ മരണവും നാശവും സംഭവിക്കുന്നതിന് മുമ്പ് എന്നോട് ചർച്ച നടത്തിയില്ലെന്ന് ഞാൻ ചോദിച്ചു. 2 ആഴ്ച മുമ്പ് എന്തുകൊണ്ട് എന്നോട് ചർച്ച നടത്തിയിട്ടില്ല? നിങ്ങൾക്ക് ഒരു രാജ്യമുണ്ടാകുമായിരുന്നുവെന്ന് ഞാൻ ജനങ്ങളോട് പറഞ്ഞു എന്നാണ് ട്രംപ് കൂട്ടിച്ചേർക്കുന്നത്. ഇറാൻ ഇസ്രായേൽ സംഘർഷം ഇപ്പം രൂക്ഷമായിരിക്കെ വിഷയത്തിൽ ഇനിയൊരു സൈനിക ഇടപെടൽ കൂടി ആവശ്യമില്ലെന്നാണ് ഇപ്പോൾ ഈ അന്റോണിയോ ഗുട്ടറസ് പ്രതികരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സ്വാഭാവികമായും ഈ ഇറാൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു ആക്രമണത്തെ വലിയ ഒരു പ്രത്യാഘാതം ആയിരിക്കും അവർക്ക് തിരിച്ചു കിട്ടുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒന്നും നോക്കാനില്ല. കാരണം അവർക്ക് എല്ലാവിധത്തിലുള്ള ആയുധ ശേഷിയുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗവ്യാം ടെക്നോളജി പാർക്കിലെ സൈനിക ഇൻ്റലിജൻസ് കേന്ദ്രങ്ങളാണ് ആക്രമിച്ചതെന്നാണ് ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും ബേർഷേവിലെ സൊറാക്ക ആശുപത്രിക്ക് സമീപമാണ് ഈ കേന്ദ്രമെന്നും അത് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ ആക്രമണത്തിൽ ആശുപത്രിക്ക് നേരിയ കേടുപാടുകൾ സംഭവിച്ചുവെന്നും ഇർന സ്ഥിരീകരിക്കുന്നുണ്ട്. ഗവ്യാം ടെക്നോളജി പാർക്കിൽ സ്ഥിതി ചെയ്യുന്ന ഇസ്രായേലിൻ്റെ സൈനിക കമാൻഡിനും ഇൻ്റലിജൻസ് ഹെഡ്ക്വാർട്ടേഴ്സിനും മിലിറ്ററി ഇൻ്റലിജൻസ് ക്യാമ്പിനും ഇറാൻ ആക്രമണത്തിൽ നാശനഷ്ടമുണ്ടായി. അതുകൊണ്ട് ഇനിയിപ്പോൾ അവരെന്തായാലും വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഇനി വരാൻ പോകുന്നത് കടുത്ത വലിയ ദുരന്തങ്ങളിലേക്കായിരിക്കും ഇറാൻ പോകുന്നത്. കാരണം തീർച്ചയായിട്ടും ഇതിന് തിരിച്ചടികൾ എന്തായാലും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. അപ്പോൾ അത് താങ്ങാനുള്ള ഒരു ശേഷി ഇറാനുണ്ടോ എന്ന് പോലും നോക്കാതെയാണ് ഖമനേയി ഇതിനെല്ലാം മുതിരുന്നത്. ഖമനേയി എവിടെയോ ബങ്കറിലോ എവിടെയോ ഒളിച്ചിരുന്നുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ജനങ്ങളുടെ അവസ്ഥയെപ്പറ്റി അയാൾക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അയാൾക്ക് അയാളുടെ സുരക്ഷ മാത്രമാണല്ലോ നോക്കുന്നത്. അയാളുടെ സ്വാർത്ഥമായ ലക്ഷ്യം നേടുക, അതായത് അവരുടെ പ്രഖ്യാപിത നയമാണ് ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ സമ്പൂർണ്ണ നാശം എന്നുള്ളത്. അത് നടത്തുക. അത് ഇപ്പോൾ അവരുടെ സ്വന്തം ജനങ്ങളുടെ മയ്യത്ത് കണ്ടിട്ടാണെങ്കിലും അവർക്കത് നേടുക എന്നുള്ളതാണ് അയാളുടെ അത് ഒരു ഗൂഢലക്ഷ്യം. തീർച്ചയായിട്ടും. അപ്പോൾ ഈ ടെഹ്റാനിൽ ബുധനാഴ്ച പുലർച്ചെയാണ് ഈ ശക്തമായ സ്ഫോടനം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ 224 പേർ കൊല്ലപ്പെട്ടതായി 1277 പേർക്ക് പരിക്കേറ്റതായും ഇറാൻ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇറാൻ ഇതുവരെ 400 മിസൈലുകളും 100 കണക്കിന് ഡ്രോണുകളും അവിടേക്ക് വിട്ടു. പക്ഷേ ഈ ഡ്രോണുകളൊക്കെ ചിലത് അത്ര വലിയ വീര്യം ഇല്ലാത്തതായതുകൊണ്ടാണ് വലിയ ഒരു നാശനഷ്ടം ഇസ്രായേലിന് സംഭവിക്കാഞ്ഞത്. എന്നാലും ഇസ്രായേലിൻ്റെ കണക്കുകൾ പ്രകാരം, അവരുടെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 24 പേർ കൊല്ലപ്പെടുകയും 100-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പരിക്കേറ്റവരെ ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇസ്രായേലിൻ്റെ സൈനിക കമാൻഡിനും ഇൻ്റലിജൻസ് ഹെഡ്ക്വാർട്ടേഴ്സിനും മിലിറ്ററി ഇൻ്റലിജൻസ് ക്യാമ്പിനും നേരെ ഇറാൻ ആക്രമണം നടത്തിയതായി ഇറാനിയൻ വാർത്താ ഏജൻസി ഇർന റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇസ്രായേൽ അതിനെ സ്ഥിരീകരിച്ചതായി ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും റിപ്പോർട്ടുകൾ വരുന്നില്ല. അതിനിടെ ഈ ബേർഷേവയിലെ സൊക്കോറ ആശുപത്രിക്ക് നേരെയാണ് ഇറാൻ ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്നത്. അപ്പോൾ അത് ഇസ്രായേലിലെ ഏറ്റവും വലിയൊരു ആശുപത്രിയാണ്. ആ ആശുപത്രിക്ക് നേരെയാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഗാസ ആക്രമണത്തിൻ്റെ പരിക്കേറ്റ ഇസ്രായേലി സൈനികരെ അടക്കം അവിടെ ചികിത്സിക്കുന്നത് അവിടെയാണ്. അപ്പോൾ ഇറാൻ നടത്തിയത് യുദ്ധക്കുറ്റമാണെന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. കാരണം ഇത് യുദ്ധത്തിന് ചേർന്നതല്ല. അതായത് ഒരു സിവിലിയൻസിന് ആശുപത്രി എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യുദ്ധനീതിക്കെതിരെയാണ്. അതെ, യുദ്ധം എന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു നീതിയുണ്ട്, അതിനൊരു ന്യായമുണ്ട്. അപ്പോൾ അത് പോലും പാലിക്കാതെയാണ് ഇറാൻ ഇത്തരത്തിലുള്ള ഈ സ്വയം ഇറാൻ ശവക്കുഴി തോണ്ടുന്നതിന് തുല്യമാണ്. ഏതായാലും ഇറാൻ ഇനി കാത്തിരിക്കുന്നത് വലിയ പ്രശ്നങ്ങളിലേക്ക് ഇറാൻ കടക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.